ഒടുവിൽ ഒരു രാജ്യം കൂടി, ആ രാജ്യം ചെറിയൊരു രാജ്യമല്ല, ഒരു ഭീമാകാരമായ ഒരു രാജ്യമാണ്. ആ രാജ്യം കൂടി ഒടുവിൽ യുദ്ധത്തിലേക്ക് നേരിട്ട് എത്തുകയാണ്. മറ്റാരുമല്ല, അത് കിം ജോൺ ഉൻ നേതൃത്വം നൽകുന്ന ഉത്തര കൊറിയയാണ്. ഉത്തര കൊറിയ കഴിഞ്ഞ ദിവസം ഉക്രൈനിൽ ഉത്തര കൊറിയയുടെ ബാലിസ്റ്റിക് മിസൈൽ കൊണ്ടുള്ള ആക്രമണം നടന്ന സെലൻസ്കിയാണ് ഇപ്പോൾ ആരോപണമായി രംഗത്ത് എത്തുന്നത്. ഉത്തര കൊറിയയുടെ KN-23, KN-24 തുടങ്ങിയ ബാലിസ്റ്റിക് മിസൈലുകൾ ഉക്രൈന്റെ പല ഭാഗത്തും പതിച്ചിരുന്നു. 5 പേർ കൊല്ലപ്പെട്ടതായിട്ടും ഉക്രൈൻ അറിയിച്ചിരിക്കുന്നു. ഇതാദ്യമായിട്ടാണ് ഉത്തര കൊറിയയുടെ ബാലിസ്റ്റിക് മിസൈലുകൾ റഷ്യ ഈ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ കുറെ കാലമായി കേട്ടുവന്നിരുന്ന ഒരു അച്ചുതണ്ടായിരുന്നു ഇറാൻ, ഉത്തര കൊറിയ, റഷ്യ. ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും മറ്റുമൊക്കെ റഷ്യക്ക് നൽകിയിരുന്നു ഈ യുദ്ധത്തിൽ. ഉത്തര കൊറിയ അവരുടെ സൈന്യത്തെ തന്നെ റഷ്യക്ക് നൽകിക്കൊണ്ട് സഹായം നൽകിയിരുന്നു. ഇപ്പോൾ അവരെല്ലാം പരസ്യമായി രംഗത്തെത്തുന്ന ഒരു കാഴ്ചയാണ്. ഇതോടുകൂടി തന്നെ ഉക്രൈൻ ഇപ്പോൾ ഒരു പുതിയ ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ രാജ്യങ്ങൾ തങ്ങളെ സഹായിക്കാനായി വരണം, ഈ ഒരു ആക്രമണത്തെ തടുത്തു നിർത്തുന്നതിനായി കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വേണം, US-ന്റെ പേട്രിയറ്റ് സംവിധാനം അടക്കം കൂടുതൽ ഇവിടെ എത്തിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഉക്രൈൻ ഇപ്പോൾ നിലവിളിച്ചു തുടങ്ങിയിരിക്കുന്നു. കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ, കൂടുതൽ നാറ്റോ രാജ്യങ്ങൾ ആയുധങ്ങളുമായി വരൂ, ഇല്ല എങ്കിൽ ഇവരുടെ ഈ കടന്നാക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ തനിക്ക് കഴിയില്ല എന്നാണ് സെലൻസ്കി പറയുന്നത്. ഉത്തര കൊറിയ കൂടി ഇപ്പോൾ കളത്തിലെത്തുമ്പോൾ നേരത്തെ തന്നെ ഇറാൻ ഒരു പരസ്യമായ മുന്നറിയിപ്പ് ഉക്രൈന് നൽകിയിരുന്നു, തങ്ങൾ ഇതിന് തിരിച്ചടി നൽകുമെന്ന്. ഇപ്പോൾ ഇത് ഉത്തര കൊറിയ കൂടി പതുക്കെ പതുക്കെ കളത്തിലേക്ക് എത്തുന്നു. റഷ്യ, ഉത്തര കൊറിയ, ഇറാൻ അച്ചുതണ്ട് ശക്തമായി നിലയുറപ്പിക്കുമ്പോൾ മറുസൈഡിൽ നാറ്റോയും ഒരു നിലനിൽപ്പിനായി ഒരു പോരാട്ടം ഇല്ലെങ്കിൽ അവർക്ക് ഒരു മുന്നൊരുക്കം നടത്തേണ്ടതായി വരും. ഏതായാലും യുദ്ധം കുറച്ചുകൂടി വലിയ രീതിയിലേക്ക് വ്യാപിക്കുന്നു എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.